നരമ്പിൽ ഭഗവതി. അസുരന്മാരുടെ പോരാട്ടത്തിൽ നിന്ന് ഒഴുകിയ നിണപ്പുഴയിൽ നിന്നുയർക്കൊണ്ട് ഭൂമി വാഴും മനുജർക്ക് നാശമകറ്റി സൗഖ്യമരുളാൻ കീഴ്ലോകത്തേക്ക് ഇറങ്ങിവന്ന ഈ ദേവത വട്ടകയും വാളുമേന്തി രൈരമംഗലം ഭഗവതിയെ വണങ്ങി സ്വരൂപം സ്വീകരിക്കുന്നു. രൈരമംഗലത്ത് ഭഗവതി തൻ്റെ 12,000-ൻ്റെയും 18,000-ൻ്റെയും ഏറും വാറും കൊട്ടും കോലും ഓലയും നാരായവും കങ്ങാണിയും കതിർക്കെട്ടും നരമ്പിൽ ഭഗവതിയെ ഏൽപ്പിക്കുന്നു. മടിയൻ ക്ഷേത്രപാലകനെ കണ്ട് വണങ്ങിയ നരമ്പിൽ ഭഗവതി ക്ഷേത്രപാലകന്റെ 1200 പടനായന്മാരിൽ നിന്ന് ഒരു നായരെ തനിക്ക് വഴക്കം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സമ്മതം ലഭിച്ച ഭഗവതി കുളക്കടവിൽ കണ്ടുമുട്ടിയ കൊടക്കൽ നായരോടൊപ്പം നരമ്പിൽ പ്രദേശത്തേക്ക് എഴുന്നള്ളി നരമ്പിൽ അകത്തൂടെ മുമ്പേ ഹേതുവായി സാന്നിധ്യമറിയിച്ച് നരമ്പിൽ ഭഗവതിയായി വാണരുളി. രൈരമംഗലത്തെ കേളോത്തടിയോടി നരമ്പിൽ തറവാട്ടിലെ കുമ്പയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. പക്ഷേ ദാമ്പത്യം ഏറെ നാൾ നീണ്ടുനിന്നില്ല. ഭർത്തൃഗൃഹത്തിൽ നിന്നും പരിത്യക്തയായ കുംഭ കണ്ണീരും കയ്യുമായി തറവാട്ടിൽ തിരിച്ചെത്തി കുലദേവതയായ നരമ്പിൽ പൂതിയുടെ തിരുമുന്നിൽ നെഞ്ചകം പൊട്ടുമാറി വിലപിച്ചു. മനംനൊന്ന നരമ്പിൽ ഭഗവതി ഉഗ്രരൂപിണിയായി കൊടുങ്കാറ്റ് പോലെ രൈരമംഗലത്തേക്ക് പാഞ്ഞെടുത്തു. വരാൻ പോകുന്ന മഹാവിപത്ത് കണ്ടറിഞ്ഞ രൈരമംഗലത്തമ്മ മുച്ചിലോടിയെ വിളിച്ചു. വിനയകറ്റാൻ വീരുള്ളത് നിനക്കാണ്, വേണ്ടത് വേഗം ചെയ്യുക. നരമ്പിൽ ഭഗവതിയുടെ മുന്നിൽ മുച്ചിലോടി ചാറ്റൽ മഴയായി, സാന്ത്വന പെരുമഴയായി. അങ്ങനെ ഇരുവരും ഇഷ്ടസഖിമാരായി ഭവിച്ചു. അസുരസന്തതികളുടെ നിണത്തിൽ നിന്നും ഉയർക്കൊണ്ട ഘോരസ്വരൂപിണി, വട്ടമുടിയും കുത്തുബന്ധവുമായി ഉറഞ്ഞാടുന്ന രൗദ്രരൂപിണി, ഏഴകൾക്ക് ഗുണം വരുത്താൻ അവതരിച്ച ശക്തിസ്വരൂപിണി. ഈ ദേവതയ്ക്ക് പല സങ്കല്പങ്ങളുമുണ്ട്.